ഇന്ന് ഞാനൊരു സിനിമ പോയി കണ്ടായിരുന്നു. പേരിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു സിനിമയാണ് ക്ലാ ക്ലാ ക്ലീ ക്ലീ നസ്രിയ തിരിഞ്ഞു നോക്കി. സിനിമ കുറെ പുതുമുഖങ്ങളാണ് ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ടത് ശങ്കർ ഈ സിനിമയ്ക്കകത്തൊരു പ്രധാന റോളിൽ എത്തുന്നുണ്ട്. പിന്നെ നമ്മുടെ മാമുക്കായുടെ മകൻ നിസാർ ഇതിനകത്തൊരു വേഷം ചെയ്തിട്ടുണ്ട്. കഥയും ഡയറക്ഷനും KM ഹരിനാരായണനാണ്. പുള്ളിയുടെ ഇതിനു മുമ്പും 3-4 സിനിമകൾ പുള്ളി ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബാബുരാജനെ നായകനാക്കിയിട്ട് പുള്ളി ഒരു സിനിമ ചെയ്തിട്ടുണ്ട്. പേര് പെട്ടെന്ന് ഞാൻ ഓർക്കുന്നില്ല. നായികയായിട്ട് എത്തുന്നത് ദിവ്യ തോമസ് ആണ്. പിന്നെ കുറേ പുതുമുഖങ്ങളാണ് ഇതിനകത്തുള്ളത്. കുറേ ആർട്ടിസ്റ്റുകളുണ്ട്, പുതുമുഖങ്ങളായിട്ടുള്ള കുറേ ആർട്ടിസ്റ്റുകളുണ്ട്. പിന്നെ വൈഗ, അതുപോലെ തന്നെ പ്രീത, ഗോപു, അങ്ങനെ കുറേ പുതുമുഖങ്ങളായിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ് ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 50-ലേറെ പുതുമുഖങ്ങളായിട്ടുള്ള ആർട്ടിസ്റ്റുകൾ അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. ഈ പേര് വളരെ വ്യത്യസ്തമായതുകൊണ്ടാണ് ഈ സിനിമ ഇന്ന് കാണാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ തിയേറ്ററിൽ ചെല്ലുമ്പം അത്യാവശ്യം കുറച്ച് ആളുകളൊക്കെ സിനിമ കാണാൻ തിയേറ്ററിലുണ്ടായിരുന്നു. ഇതിൻ്റെ പ്രൊഡ്യൂസർ ഗൗതം ഹരിനാരായണനാണ്. പുള്ളിയാണ് ഇതിനകത്ത് മെയിൻ ഹീറോ ആയിട്ട് എത്തുന്നത്. ഈ സിനിമ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ എന്തായാലും ഞാൻ പ്രേക്ഷകരോട് പറയാണ്. നമ്മൾ ഈ കോടികളൊക്കെ മുടക്കി വമ്പൻ താരങ്ങളെയൊക്കെ ഇറക്കി ചില സിനിമകൾ ചെയ്യാറുണ്ടല്ലേ, അതൊക്കെ അടപടലം തെറ്റി പോകുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതൊരു ചെറിയ സിനിമ, ഒരു കോമഡി ലവ് സ്റ്റോറി മൂവി, ഇൻവെസ്റ്റിഗേഷൻ മോഡലിലോട്ടൊക്കെ ഈ സിനിമ പോകുന്നുണ്ട്. ഈ അഭിനയം പഠിക്കാൻ വേണ്ടി ഒരു ക്യാമ്പിലേക്ക് എത്തുന്ന കുറേ ആളുകൾ, അവിടെ നടക്കുന്ന കുറച്ച് സംഭവങ്ങളൊക്കെയാണ് ഈ സിനിമ. ശങ്കർ ഈ ആക്ടിങ് പഠിപ്പിക്കാൻ വേണ്ടി പുള്ളി അവിടെ എത്തുന്നു. ഒരു കുറ്റാന്വേഷണ കഥയൊക്കെ ആയിട്ടാണ് ഈ സിനിമ ഇങ്ങനെ പോകുന്നത്. അത്യാവശ്യം ഒരു ചെറിയ സിനിമ, വലിയ ബഡ്ജറ്റൊന്നും ഇല്ലാത്ത ഒരു ചെറിയൊരു സിനിമ. കുറച്ച് നല്ല പാട്ടുകളൊക്കെ ഉണ്ട് ഇതിനകത്ത്. അത്യാവശ്യം ഫാമിലിക്ക് കണ്ടിരിക്കാൻ പറ്റിയ ഒരു സിനിമ. ബോറടിയൊന്നുമില്ല. കുറേ നാൾക്ക് ശേഷമാണ് ശങ്കറിനെ ഒരു സിനിമയിൽ വീണ്ടും കാണുന്നത്. പിന്നെ നമ്മുടെ മാമുക്കായുടെ മകൻ, പുള്ളിയുടെ കുറച്ച് സാധാരണ നാച്ചുറൽ ആയിട്ടുള്ള ചില കോമഡികളൊക്കെ ഇതിനകത്ത് വർക്കൗട്ട് ആയിട്ടുണ്ട്. വലിയ വലിയ സിനിമകളൊക്കെ ഉള്ള സമയത്ത് ഇത്തരം സിനിമകൾക്കൊന്നും ആളുകൾ വലിയ പ്രാധാന്യം കൊടുക്കത്തില്ല. ഫാമിലിക്ക് തിയേറ്ററിൽ വന്ന് കുറച്ച് നേരം, ഒരു 2-2.5 മണിക്കൂർ തിയേറ്ററിലിരുന്ന് ഒന്ന് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു കുഞ്ഞു സിനിമ. നല്ല കുറച്ച് പാട്ടുകളും ഒക്കെ ആയിട്ട്, പ്രണയവും അതുപോലെ തന്നെ കോമഡിയൊക്കെ ആയിട്ട് പോകുന്ന ഒരു ചെറിയൊരു സിനിമ. അതാണ് ക്ലാ ക്ലാ ക്ലീ ക്ലീ നസ്രിയ തിരിഞ്ഞു നോക്കി. സത്യത്തിൽ ഈ പേര് കേട്ടപ്പോൾ തന്നെ എനിക്കൊരു ചിരി തോന്നി. കാരണം ആ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്കും ഒരു ചിരി വരുമല്ലോ അല്ലേ. അപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ അത് ചെയ്തിട്ടുണ്ട്. അപ്പം KM ഹരിനാരായണൻ്റെതാണ് ഈ കഥയും ഡയറക്ഷനും. പുള്ളി നല്ല രീതിയിൽ തന്നെ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് പ്രസന്ത് മോഹൻ. പുള്ളി ഇതിനകത്തൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ സിനിമ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിച്ചേക്കുക. കുറേ പുതുമുഖങ്ങൾ ഒന്നിച്ചിട്ടുള്ള ഒരു കുഞ്ഞിപ്പടം. കാണാം. ബൈ.